Now, ഈ വേൾഡ് ഓറൽ ഹെൽത്ത് ഡേക്ക് ഈ വർഷം വെച്ചിരിക്കുന്ന തീം ആക്ച്വലി ഈസ് എ ഹാപ്പി മൗത്ത് ഈസ് എ ഹാപ്പി മൈൻഡ്. നൗ ഈ ഹാപ്പി മൗത്ത് ഈസ് എ ഹാപ്പി മൈൻഡ് എന്ന് പറയുന്ന ഈ വാചകത്തിനകത്ത് തന്നെ ആക്ച്വലി ഡെൻറ്റൽ അസോസിയേഷൻ പ്രവർത്തിക്കുന്ന രീതിയുടെ ഒരു ഇമ്പോർട്ടൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിനകത്തൊരു സിമ്പിൾ ഒരു മീനിങ് ഉണ്ട്. അതായത് നമ്മുടെ ഓറൽ ക്യാവിറ്റി ഹെൽത്തി ആണെങ്കിൽ നമുക്കൊരു നല്ല മൈൻഡ് സെറ്റ് കാണും, നമ്മുടെ പേഴ്സണാലിറ്റി ബെറ്റർ ആവും എന്നുള്ളൊരു ഫീലിംഗ് കൂടെ ഉണ്ട്, റൈറ്റ്? കാര്യം ഇപ്പം നമ്മൾ നോക്കുമ്പം ദർ ഈസ് ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. അതായത് ഒരു ഹെൽത്തി മൗത്ത് ആണെങ്കിൽ മാത്രമേ നമുക്കൊരു ഹെൽത്തി പേഴ്സണായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതുണ്ട്. അതുകൊണ്ട് തന്നെ IDA ആസ് എൻ ഓർഗനൈസേഷൻ, IDA സ്റ്റേറ്റ് ആയാലും നാഷണൽ ആയാലും IDA മാവേലിക്കര എന്ന് പറയുന്ന ബ്രാഞ്ച് ആയാലും ഞങ്ങൾ ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഏരിയ ആണ് പബ്ലിക് അവെയർനെസ് അബൌട്ട് ഡെൻറ്റൽ ആൻഡ് ഓറൽ ഹെൽത്ത് പ്രോബ്ലംസ് എന്നുള്ളതാണ്. സോ അതിനകത്തെ ഒരു പോർഷനായിട്ട് ഞാൻ ജസ്റ്റ് ഡെൻറ്റിസ്ട്രിയുടെ ലേറ്റസ്റ്റ് അഡ്വാൻസസിനെ പറ്റി ഇന്ന് നിങ്ങളോട് സംസാരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. സോ കഴിഞ്ഞ കഴിഞ്ഞ 20-25 ഇയേഴ്സായിട്ട് ഡെൻറ്റിസ്ട്രിയിൽ വളരെ കൂടുതൽ അഡ്വാൻസ്മെൻറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പ്രത്യേകിച്ചും കഴിഞ്ഞ ഒരു 10-15 ഇയേഴ്സായിട്ട്. ഇതൊരു ഇച്ചിരി മനസ്സിലാക്കാൻ ഇച്ചിരി ഈസി ആക്കാൻ വേണ്ടി ഞാനിതിനെ ഒരു 3 പാർട്സായിട്ട് ഡിവൈഡ് ചെയ്യാം. സോ ഡെൻറ്റിസ്ട്രി നമ്മൾ ചിന്തിക്കുമ്പം ഫസ്റ്റ് പാർട്ട് വുഡ് ബി മെറ്റീരിയൽ സയൻസസ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു ഡെൻറ്റൽ ക്ലിനിക്കിൽ പോകുമ്പം അല്ലെങ്കിൽ ഒരു ഡെൻറ്റൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പം സാധാരണഗതിയിൽ നമ്മൾ ചിന്തിക്കുന്ന ഫസ്റ്റ് തിങ് ഈസ് ഒരു ഡെൻറ്റൽ ഫില്ലിംഗ് അല്ലേ? സോ കഴിഞ്ഞ കുറേ വർഷമായിട്ട് ഡെൻറ്റിസ്ട്രിയിൽ ഫില്ലിംഗ് എന്ന് പറയുമ്പം മെയിൻലി എല്ലാവരുടെ മനസ്സിൽ വരുന്നത് സിൽവർ ഫില്ലിങ്, സിൽവർ അമാൽഗം ഫില്ലിങ്സ് എന്ന് പറയും. പക്ഷേ കഴിഞ്ഞ 10-15 ഇയേഴ്സായിട്ട് ഇതിലൊരു വളരെ വലിയ ചേഞ്ച് വരുന്നുണ്ട്. ചേഞ്ച് വരുന്നതെന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ ഡിമാൻഡ്സാണ്. അതായത് പേഷ്യൻസിന് ഇപ്പം ജസ്റ്റ് ഒരു സിൽവർ ഫില്ലിംഗ് അല്ലെ ക്രമേണ ബ്ലാക്ക് ആവുന്ന ഒരു ഫില്ലിംഗ് വേണ്ട, പല്ലിൻ്റെ നിറത്തിലുള്ളത്. അതായത് ഞാനൊരു ഫില്ലിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഫില്ലിംഗ് ഉണ്ടെന്ന് മനസ്സിലാവില്ല, ആ ടൈപ്പ് ഓഫ് ഫില്ലിങ്സ് വേണമെന്നുള്ളൊരു ആഗ്രഹം വന്നതിൻ്റെ ബേസിസിലാണ് ഇപ്പം യു ഹാവ് ലൈറ്റ് ക്യൂർഡ് കോമ്പോസിറ്റ് ഫില്ലിങ്സ് പറയും. സോ പക്ഷേ കഴിഞ്ഞ ഒരു 10-15 ഇയേഴ്സായിട്ട് ദർ ഹാസ് ബീൻ സോ മച്ച് അഡ്വാൻസ് ഈ മെറ്റീരിയൽ സയൻസിൽ, അതായത് ഈ കോമ്പോസിറ്റ് ഫില്ലിംഗ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ സയൻസിൽ വളരെയധികം ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. ആൻഡ് സോ നമുക്കിന്ന് റിലയബിളായിട്ടുള്ള നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ അത് അവിടെ നിൽക്കും എന്നുള്ള ഒരു ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്നുള്ള രീതിയിലുള്ളൊരു ക്വാളിറ്റിയിലോട്ട് ഈ മെറ്റീരിയൽസ് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മെറ്റീരിയൽസിനെ ടൂത്തുമായിട്ട് ബോണ്ട് ചെയ്യുന്ന മെറ്റീരിയൽസ്, ബോണ്ടിങ് ടെക്നോളജിയിലും വളരെയധികം ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. ഒരു സമയത്ത് നമ്മുടെ ബോണ്ടിങ്ങിൻ്റെ മെയിൻ വേഴ്സ് ഓൺലി ഇനാമൽ, പക്ഷേ ഇപ്പം ഓൾമോസ്റ്റ് എനി സർഫേസിലോട്ട് ബോണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലോട്ട് ഡെൻറ്റൽ മെറ്റീരിയൽ സയൻസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ബോണ്ടിങ് ടെക്നോളജിയുടെ ബേസിസിൽ തന്നെ നമുക്ക് ഇപ്പം വളരെയധികം സക്സസ്ഫുൾ ആയിട്ട് പോകുന്നൊരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ് ഇൻഡയറക്റ്റ് റെസ്റ്റോറേഷൻസ് എന്ന് പറയും. നമ്മൾ ഡയറക്റ്റ്ലി ഒരു ഫില്ലിംഗ് ചെയ്യുന്ന പോലല്ല. ഇപ്പം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചില നടിമാരുടെയൊക്കെ സ്മൈൽ കണ്ട നല്ല ബ്യൂട്ടിഫുൾ മുമ്പിലത്തെ പല്ലുകളൊക്കെ കാണും. ഒരു ഗുഡ് നമ്പർ ഓഫ് ഈ ടൈപ്പ് കേസസിലും യു ഹാവ് സംതിങ് കോൾഡ് വെനിയേഴ്സ് എന്ന് പറയും. ഓക്കെ, സെറാമിക് വെനിയേഴ്സ് ഒട്ടിച്ച് വെക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഈവൻ പുറലത്തെ പല്ലുകൾക്കൊക്കെ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് പണ്ടത്തെ പോലെ ജസ്റ്റ് ക്യാപ്സ് മാത്രമല്ല, യു ഹാവ് മച്ച് മോർ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഓൺലേസ് എന്നൊക്കെ പറഞ്ഞ ട്രീറ്റ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്ന ടു സം എക്സ്റ്റെൻറ്റ് ഈ ബോണ്ടിങ് ഏജൻസിയിലാണ്. സോ കഴിഞ്ഞ ഒരു 10 ഇയേഴ്സായിട്ട് വളരെയധികം ഈ ബോണ്ടിങ് മെറ്റീരിയൽ ടെക്നോളജിയിലും വളരെയധികം ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. അതുപോലെ പേഷ്യൻസിനൊക്കെ അല്ലെ സാധാരണക്കാർക്ക് നമുക്ക് അറിയാവുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ്സ് പറയും. ഒരു 10-20 ഇയേഴ്സ് ബാക്കൊക്കെ ഇത് ജസ്റ്റ് ഹാൻഡ് ഫൈൽസ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് യൂസ് ചെയ്താണ്, അല്ല ഒരു മെറ്റീരിയൽ യൂസ് കൊണ്ടാണ് നമ്മൾ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇൻസ്ട്രുമെൻറ്റ്സ്. പക്ഷേ നൗ യു ഹാവ് മച്ച് മോർ അഡ്വാൻസ് റോട്ടറി ഇൻസ്ട്രുമെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേറെ നിക്കൽ ടൈറ്റേനിയം ഹീറ്റ് ട്രീറ്റഡ് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. സോ ട്രീറ്റ്മെൻറ്റ്സ് മച്ച് മോർ ഈസിയർ ആയിട്ടുണ്ട്, ഈസിയർ ഫോർ ദ പേഷ്യൻറ്റ്, ഈസിയർ ഫോർ ദ ഡോക്ടർ ആൻഡ് മച്ച് മോർ എഫക്റ്റീവ് ക്ലീനിങ് പ്രോസസ്സിലോട്ട് നമുക്ക് പോകാൻ പറ്റുന്നുണ്ട്. ഇതെല്ലാം ആ ഒരു മെറ്റലർജി ആൻഡ് മെറ്റീരിയൽ സയൻസസിൻ്റെ അഡ്വാൻസ്മെൻറ്റ്സ് കാരണം തന്നെയാണ് നമുക്ക് ഇതിനകത്ത് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ ഡെൻറ്റിസ്റ്റിൽ യൂസ് ചെയ്യുന്ന റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ്, ബയോ ആക്റ്റീവ് മെറ്റീരിയൽസ്, MTA എന്നൊക്കെ പറഞ്ഞ മെറ്റീരിയൽസ് വന്നിട്ടുണ്ട്. ഒരു പരിധി വരെ സറൗണ്ടിങ് ടിഷ്യൂക്കകത്ത് ഹീലിംഗ് വരെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ആണ് ഇപ്പോൾ ഉള്ളത്. ദിസ് ഇസ് സംതിങ് അബൌട്ട് മെറ്റീരിയൽസ്. പക്ഷെ അതുപോലെ തന്നെ ഒരു 2-3 ബ്രാഞ്ചസ് ഡെൻറ്റിസ്ട്രിയിൽ ഒരു 2-3 ബ്രാഞ്ചസ് കഴിഞ്ഞ ഒരു 10-15 ഇയേഴ്സായിട്ട് ശരിക്കും ഒത്തിരി അധികം ഡെവലപ്പ് ചെയ്ത് വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. പേഷ്യൻസിന് ഒത്തിരി യൂസ്ഫുൾ ആയിട്ട് വരുന്നത് കാണുന്നുണ്ട്. അതിനകത്തൊന്നാണ് ഇംപ്ലാന്റോളജി. സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു പല്ല് പോവാന്ന് വിചാരിക്കുക, പല്ല് പോയി കഴിഞ്ഞാൽ നഷ്ടപ്പെട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നേരത്തെ യു ഹാഡ് ഓൺലി 2 ഓപ്ഷൻസ്. ഒന്ന്
റിമൂവബിൾ പാർഷ്യൽ ഡെൻച്ചേഴ്സ് എന്ന് പറയുന്നത്, അതായത് എടുത്തു വെക്കുന്ന ടൈപ്പ് പല്ലുകൾ. അല്ലെങ്കിൽ യു ഹാഡ് എൻ ഓപ്ഷൻ ഫിക്സ്ഡ് ഡെൻച്ചേഴ്സ്. പക്ഷേ ഫിക്സ്ഡ് ഡെൻച്ചേഴ്സിൽ നമുക്ക് ആ കൂടെ ഉണ്ടായിരുന്നൊരു ഓപ്ഷൻ വാസ് ക്രൗൺ ആൻഡ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അതായത് ഒരു പല്ല് മിസ്സിംഗ് ഉണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറം ഇപ്പുറമുള്ള പല്ലിൻ്റെ സപ്പോർട്ടും കൊണ്ട് അതിൽ ഓരോ ക്യാപ്പ് ഉണ്ടാക്കിയിട്ട് നടുക്ക് ആ മിസ്സിംഗ് സെഗ്മെൻറ്റ് നമ്മൾ റീപ്ലേസ് ചെയ്യുക. പക്ഷേ ഇപ്പം യു ഹാവ് എ മെത്തേഡ് കോൾഡ് ഇംപ്ലാന്റോളജി. അബ്സല്യൂട്ട് ന്യൂ അല്ല, കഴിഞ്ഞ 10-15 ഇയേഴ്സ് ആയിട്ട് നല്ലോണം ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളൊരു ഫീൽഡാണ്. വേർ നമ്മൾ ഈ അഡ്ജസ്റ്റൻറ്റ് ടൂത്തിനെ ടച്ച് ചെയ്യുന്നില്ല. ഇൻസ്റ്റെഡ് എവിടാണോ മിസ്സിംഗ് ടൂത്ത് ആ ഏരിയയിൽ മാത്രം ബോണിനകത്തോട്ട് ഒന്നിലൊരു ടൈറ്റേനിയം അല്ലെങ്കിൽ ഒരു സിർക്കോണിയ എന്ന് പറഞ്ഞ മെറ്റീരിയലിൻ്റെ ഒരു സ്ക്രൂ പോലെ ഒരു ഇംപ്ലാന്റ് പ്ലേസ് ചെയ്തിട്ട് ഡയറക്റ്റ്ലി അതിലോട്ട് നമ്മൾ ടൂത്ത് പ്ലേസ് ചെയ്യുവാണ്. ഓക്കെ, സോ ഇംപ്ലാന്റോളജി ശരിക്കും പ്രോസ്തെറ്റിക് റീഹാബിലിറ്റേഷൻ പറയും. അതായത് മിസ്സിംഗ് ടീത്ത്, ഒന്നിൽ 1 tooth 2 teeth അല്ലെങ്കിൽ ഈവൻ ഫുൾ സെറ്റ്, വായിൽ ഒരു പല്ലും ഇല്ലാത്തൊരവസ്ഥയിലും ഫിക്സ്ഡ് ആയിട്ട് ഡെൻച്ചേഴ്സ് കൊടുക്കാൻ അല്ലെങ്കിൽ ഫിക്സ്ഡ് ആയിട്ട് റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നൊരവസ്ഥയിലോട്ട് വന്നിട്ടുണ്ട്. അതുപോലെ വളരെ പ്രോമിനൻസിലോട്ട് വരുന്ന ഒരു ഫീൽഡാണ് ലേസേഴ്സ്. ഡെൻറ്റിസ്ട്രിയിൽ ലേസേഴ്സ് വളരെ പ്രോമിനൻ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജാണ്. സോ ചില സർജിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ഓർ ഈവൻ എന്താ പറയുക ഹീലിംഗ് പ്രൊമോഷന് വേണ്ടിയും വളരെ ഒരു റേഞ്ച് ഓഫ് ആക്ടിവിറ്റീസിലോട്ട് ലേസേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. അതുപോലെ ഇപ്പം വളരെ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മെത്തേഡ് ആൻഡ് വിച്ച് ഫ്യൂച്ചറിൽ യു വിൽ സി വളരെ അധികം ക്ലിനിക്സിൽ യു സെറ്റപ്പ് കാണും, വിച്ച് ഇസ് നൈട്രസ് ഓക്സൈഡ് സെഡേഷൻ എന്ന് പറയും. നമ്മളെ സംബന്ധിച്ചോളം ഇഫ് യു സ്പീക്ക് ടു പേഷ്യൻസ്, അവരെ എല്ലാം സംബന്ധിച്ചോളം ഡെൻറ്റിസ്ട്രിയെ പറ്റി ഒരു ഇമേജ് ഉണ്ട്. ആൻഡ് അതൊരു ആങ്സൈറ്റിയാണ്. കാര്യം ബേസിക്കലി പണ്ട് മുതലേ ഡെൻറ്റിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കിന് ഒരു വലിയ സൂചിയും ഒരു വലിയ നീഡിലൊക്കെ വലിയൊരു സിറിഞ്ചൊക്കെ വെച്ചുകൊണ്ട് ആ ഒരു ഇമേജാണ് ബേസിക്കലി ഡെൻറ്റിസ്റ്റ്മാർക്കുള്ളത്. സോ ഒരു ആങ്സൈറ്റി ഉണ്ട്. ഡെൻറ്റൽ ക്ലിനിക് എന്ന് പറയുമ്പോൾ തന്നെ അത് കൊച്ചു പിള്ളേരായാലും അഡൾട്ട്സ് ആയാലും എല്ലാവർക്കും ഒരു ആങ്സൈറ്റി ഉണ്ട്, കൊച്ചു പിള്ളേരിൽ എസ്പെഷ്യലി. സോ ദിസ് ഇസ് വെയർ നൈട്രസ് ഓക്സൈഡ് സെഡേഷൻ എന്ന് പറയുന്ന ആ ഒരു മൊഡാലിറ്റിക്ക് ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. കാരണം ബേസിക്കലി നൈട്രസ് ഓക്സൈഡ് ഇൻഹലേഷൻ കൊടുക്കുമ്പോഴത്തേക്കിന് പിള്ളേർ ആ ഒരു സെമി സെഡേറ്റഡ് ഒരു എഫക്റ്റ് വരുന്നുണ്ട്. അതുപോലെ ആങ്സൈറ്റി കുറയുന്നു. സോ നമുക്ക് പേഷ്യൻസിന് വലിയ പ്രോബ്ലം ഇല്ലാതെ പേഷ്യൻസിന് പെയിൻ അറിയാതെ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യാൻ പറ്റുന്നു. ഇത് കഴിയുമ്പോഴും ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാലും പേഷ്യൻറ്റിന് പ്രത്യേകിച്ച് വലിയ ഓർമ്മയില്ല വാട്ട് ഹാസ് ഹാപ്പൻഡ് എന്നുള്ളത്. ആൻഡ് ഇറ്റ് ഇസ് എ വെരി സേഫ് മെത്തേഡ്. സോ ഡൗൺ ദ ലൈൻ വളരെയധികം ക്ലിനിക്സിൽ യു വിൽ ബിഗിൻ ടു സീ നൈട്രസ് ഓക്സൈഡ് സെഡേഷൻ്റെ യൂസ്. ഇത് ഞാൻ കുറച്ച് മൊഡാലിറ്റീസും കുറച്ച് മെറ്റീരിയൽ സയൻസസും പറഞ്ഞു. പക്ഷേ ഇതെല്ലാം യൂസ് ചെയ്യാനും ഇതിന് പേഷ്യൻറ്റിന് ബെനിഫിഷ്യലായിട്ട് വരുന്നതിൻ്റെ ഒരു 2 റീസൺസൂടെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ ചുരുക്കാം. അതിൽ ഒന്നാണ് ഡയഗ്നോസ്റ്റിക് മെത്തഡോളജി അല്ലെങ്കിൽ ഇമേജിംഗ് ടെക്നിക്സ് എന്ന് പറയും. പണ്ടൊക്കെ നമുക്കിപ്പോൾ ഒരു റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ടൂത്തിൻ്റെ അടിയിൽ വാട്ട് ഇസ് ദ പ്രോബ്ലം എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്കുണ്ടായിരുന്ന ആ കൂടെ ഒരു ഡയഗ്നോസ്റ്റിക് മെത്തേഡ് വാസ് എക്സ്റേസ്. ഇമേജിംഗ് ടെക്നിക്ക് നമുക്കുണ്ടായിരുന്ന എക്സ്റേസ് മാത്രമായിരുന്നു. നേരത്തെ ഒരു സമയത്ത് നമ്മൾ ഈ ഫോട്ടോസൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന പോലെ ഡെവലപ്പറിലിടുന്നു, ഫിക്സറിലിടുന്നു, പിന്നെ ആകാശത്ത് നോക്കി എല്ലാം റെഡി ആണെന്ന് നോക്കുന്നു. ബട്ട് നൗ ഇറ്റ്സ് ഓൾ ചേഞ്ച്. യു ഹാവ് ഡിജിറ്റൽ ഡെൻറ്റിസ്ട്രി. ഒരു സെൻസർ വായിക്കകത്ത് വെക്കുന്നു, എക്സ്റേസ് അതിൽ വീഴുമ്പോഴത്തേക്കിന് യു ഗെറ്റ് എൻ ഇമേജ്. പക്ഷേ ഡിജിറ്റൽ എക്സ്റേസ് എന്ന് പറയുമ്പോഴും ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ആൻഡ് ദാറ്റ് ഈസ് ഇതെല്ലാം ഒരു 2 dimensional പിക്ചറാണ്. നമ്മൾ എങ്ങനെ നോക്കിയാലും ഒരു 2 dimensions ഇതേ കാണത്തുള്ളൂ. സോ അതിൻ്റെ ആ ഒരു എക്സ്പാൻസിൽ വാട്ട് ഇസ് ദ പ്രോബ്ലം എന്നുള്ളത് മനസ്സിലാക്കാൻ അപ്പോഴും നമുക്ക് സാധിക്കുന്നില്ലായിരുന്നു. ബട്ട് നൗ വിത്ത് ദ CBCT ഒക്കെ വന്നതോടെ നമുക്ക് ആ ഒരു പ്രോബ്ലം സോൾവ് ആയി കിട്ടി. കാരണം നമുക്കൊരു 3 dimensional പിക്ചറാണ് കിട്ടുന്നത്. സോ നമ്മൾ ആ 2D പിക്ചറിൽ നിന്ന് മാറി 3Dയിലേക്ക് വന്നപ്പോഴത്തേക്കിന് നമുക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാനിങ്, ആ ട്രീറ്റ്മെൻറ്റിൻ്റെ സാധ്യതകളിൽ ഒത്തിരി ചേഞ്ചസ് വന്നു. റൈറ്റ്. സോ ഇത് ഞാൻ അവിടെ നിർത്തിക്കൊണ്ട് നെക്സ്റ്റ് സ്റ്റേജിലോട്ട് പോകാം. ഇതിൻ്റെ കൂടെ തന്നെ ഈ മെറ്റീരിയൽ സയൻസ് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നൗ യു ഹാവ് സംതിങ് കോൾഡ് CAD/CAM മില്ലിംഗ് എന്ന് പറയും. വേറെ നേരത്തെ ഇപ്പം ഒരു ക്രൗൺ ഉണ്ടാക്കണമെങ്കിൽ യൂഷ്വൽ മെത്തേഡ് വാസ് ഒരു ഇംപ്രഷൻ എടുക്കുക, അത് ഡെൻറ്റൽ സ്റ്റോണിൽ പോർ ചെയ്യുക, ഒരു കാസ്റ്റ് ഉണ്ടാക്കി ലാബിൽ കൊടുക്കുക, അവരതിൽ ക്രൗൺ ഉണ്ടാക്കി തരും. ബട്ട് നൗ ഇറ്റ് ഹാസ് ഓൾ ചേഞ്ച്. നമ്മൾ ഈ യൂഷ്വൽ ഇംപ്രഷൻ മെത്തേഡ്സ് ഒക്കെ മാറി യു ഹാവ് ഡിജിറ്റൽ സ്കാനിങ്. ഡിജിറ്റൽ സ്കാൻ ചെയ്യുമ്പോഴത്തേക്കിന് ഈ ഒരു ഇമേജ് ഡയറക്റ്റ്ലി ലാബിൽ പോവാണ്. അവിടെ അവരെ ഒന്നീ 3D പ്രിൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് ദേ വിൽ ഡു എ ക്രൗൺ, അല്ലെങ്കിൽ CAD/CAM മില്ലിംഗ് എന്ന് പറഞ്ഞ ഫെസിലിറ്റി ഉണ്ട്. ഇപ്പം വേറെ നമ്മളിപ്പം യൂഷ്വൽ ടെക്നിക്സ് യൂസ് ചെയ്യാതെ ഒരു സിർക്കോണിയ ബ്ലോക്ക് അല്ലെ വോട്ടോ CAD/CAM ബ്ലോക്ക് യൂസ് ചെയ്ത് അതിൽ നിന്ന് ദ മില്ലിംഗ് മെഷീൻ ഈ ഒരു ടൂത്ത് സ്ട്രക്ചർ ഉണ്ടാക്കി തരും. സോ ടെക്നോളജി അവിടം വരെ പോയി. നമുക്കിപ്പം ഡിജിറ്റൽ സ്കാനിങ് ഉണ്ട്, നമുക്ക് CBCT ഉണ്ട്, ആൻഡ് യു ഹാവ് 3D പ്രിൻറ്റിങ് ആൻഡ് മില്ലിംഗ്. ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇംപ്ലാന്റോളജി പറഞ്ഞ ഫീൽഡ്, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ഇംപ്ലാന്റ് വെക്കണം. ഇംപ്ലാന്റ് വെക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു തടി കഷത്താത്ത ഇംപ്ലാന്റ് വെക്കുന്ന പോലെ അല്ല. ഒരു താടിയല്ലയിൽ ഇംപ്ലാന്റ് വെക്കുമ്പം അവിടെ ഞരമ്പുണ്ട്, അല്ലെങ്കിൽ മേൽത്താടിയാണെങ്കിൽ അവിടെ സൈനസ് ഉണ്ട്. സോ ഈ സ്ട്രക്ചേഴ്സിനെ ഒന്നും ഡാമേജ് ചെയ്യാതെ നമുക്ക് ഈ ഒരു ഇംപ്ലാന്റ് പ്ലേസ് ചെയ്യണം. സോ ജസ്റ്റ് ഒരു 2D പിക്ചറും കൊണ്ട് അത് ചെയ്യുമ്പം യു ആർ നോട്ട് 100% ഷുവർ
പക്ഷേ നമ്മുടെ ഒരു CBCT ഉണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പ്ലാൻ ചെയ്യാൻ പറ്റും, ഈ സ്ട്രക്ചേഴ്സിനെ ഒന്നും ഹിറ്റ് ചെയ്യാതെ നമുക്കൊരു ഇംപ്ലാന്റ് പ്ലേസ് ചെയ്യാൻ പറ്റും. സോ ആഡ് സ്കാനിങ് ടു ദാറ്റ്, ഓറൽ സ്കാനിങ്ങും ചെയ്ത് ഈ CBCT ഉണ്ടെങ്കിൽ നമുക്ക് പക്ക ഡിജിറ്റലായിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്ത് വളരെ സേഫായിട്ട് ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയേഴ്സ് ചെയ്യാൻ പറ്റും. ഇൻഫാക്റ്റ് ആക്ച്വലി ഇപ്പം ചില മാക്സിലോഫേഷ്യൽ റീഹാബിലിറ്റേഷൻ പറയും. അതായത് ഫോർ എക്സാമ്പിൾ ഒരു ആക്സിഡൻറ്റ് പറ്റി താടിയലിൻ്റെ ഒരു പോർഷൻ അങ്ങ് ക്രഷായി പോയി. ഈ ഒരു സ്കാനിങ്ങും ഈ ഒരു CBCTയും ഉണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി ബിഫോർ ദ സർജറി ആ ഒരു പോർഷനിൽ വെക്കേണ്ട ഒരു പീസ് യു ക്യാൻ ആക്ച്വലി മേക്ക് 3D പ്രിൻറ്റിങ്ങിലോ അല്ലെങ്കിൽ ടൈറ്റേനിയം കാസ്റ്റിങ്ങിലോ ഉണ്ടാക്കിയിട്ട് ഓൺ ദ സർജറി ടേബിൾ വലിയ എറേഴ്സ് ഇല്ലാതെ നമുക്ക് നീറ്റായിട്ട് റീഹാബിലിറ്റേഷൻ ചെയ്യാൻ പറ്റും. സോ ദിസ് ഇസ് വാട്ട് നമ്മൾ ഈ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് വന്നതോടെ ട്രീറ്റ്മെൻറ്റ് പേഷ്യൻറ്റിനെ സംബന്ധിച്ചോളം മച്ച് ഈസിയറായി, ഡോക്ടറിനെ സംബന്ധിച്ചോളം അതിനേക്കാളും ഈസിയറായി. ബിക്കോസ് ഒരു ഡോക്ടറിനെ സംബന്ധിച്ചോളം എപ്പോഴും നമുക്ക് പ്രഡിക്റ്റബിലിറ്റിയാണ്. ഞാനൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പം ഹൗ പ്രഡിക്റ്റബിളി ഐ ക്യാൻ ഡു ദ ട്രീറ്റ്മെൻറ്റ് എന്നുള്ളതാണ് ഇപ്പം നമ്മുടെ മനസ്സിലുള്ള ഒരു ഐഡിയ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴെപ്പോഴും. സോ ദിസ് ഇസ് വൺ തിങ്. അതുപോലെ ഇപ്പം ഫോർ എക്സാമ്പിൾ നേരത്തെ പല്ല് കെട്ടിക്കൊണ്ടിരുന്ന യു ഹാഡ് ഓൺലി വൺ മെത്തേഡ്, ബ്രാക്കറ്റ്സ് ഒട്ടിച്ചു, വയറിട്ടു. ബട്ട് നൗ യു ഹാവ് അലൈനേഴ്സും ശരിക്കും പറഞ്ഞാൽ ഡെവലപ്പ് ചെയ്യുന്ന ഈസ് ബിക്കോസ് ഓഫ് ദീസ് ടെക്നോളജീസ്. ഈ സ്കാനിങ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടും 3D പ്രിൻറ്റിങ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടും. എൻ്റെ അടുത്തൊരു പേഷ്യൻറ്റ് വരുമ്പം എനിക്ക് ഇന്ന ട്രീറ്റ്മെൻറ്റ് പ്രോബ്ലംസ് ഉണ്ട്, ഹൗ ക്യാൻ യു സോൾവ് ഇറ്റ് എന്ന് പറയുമ്പം എൻ്റെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്ന ഓൺലി ടൂൾ വാസ് ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ള കേസസ്. വേറൊരു പേഷ്യൻ്റെ സിമിലർ പ്രോബ്ലം ഉള്ള കേസസിൻ്റെ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ കാണിച്ച് ഇങ്ങനെയൊക്കെയാണ്, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, പോസിബിളി ഇങ്ങനെയൊക്കെ ആയിരിക്കും എൻഡ് റിസൾട്ട്. സോ നമ്മൾ എങ്ങനെ പറഞ്ഞാലും ഒരു 90% വരെ ദാറ്റ് വിൽ ബി കറക്റ്റ്. വേറെ ഇമാജിൻ ഞാനിപ്പം ഈ ഒരു പേഷ്യൻ്റെ തന്നെ ഫോട്ടോസ് എടുത്തു, സ്കാൻ ചെയ്തു, അതിൻ്റെ പിക്ചേഴ്സ് എടുത്തിട്ട് സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ട് ഇഫ് ഐ ക്യാൻ ടെൽ ദ പേഷ്യൻസ് ദിസ് ഇസ് ഹൗ യു വിൽ ലുക്ക്, ഈ ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ആയിരിക്കും എന്ന് പറയുമ്പം പേഷ്യൻറ്റിനും ഡിസിഷൻ എടുക്കാൻ മച്ച് ഈസിയറാണ്, നമുക്ക് കൺവിൻസ് ചെയ്യാനും മച്ച് ഈസിയറാണ്. സോ ഓൾ ഇൻ ഓൾ ടെക്നോളജിക്കൽ അഡ്വാൻസസ് കാരണം പേഷ്യൻറ്റിനും ഡോക്ടറിനും ഇതൊരു വിൻ വിൻ സിറ്റുവേഷനാണ്. ഞാൻ വളരെ ഷോർട്ടായിട്ടാണ് ഡെൻറ്റിസ്ട്രിയിലെ അഡ്വാൻസസിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. ഐ ക്യാൻ ടെൽ യു ദിസ് കാര്യം കഴിഞ്ഞ ഒരു 10-20-25 ഇയേഴ്സായിട്ട് നമ്മൾ കണ്ടക്കുന്ന ആ പേസ് ഓഫ് ഡെവലപ്മെൻറ്റ് നെക്സ്റ്റ് ഒരു 10-15 ഇയേഴ്സ് കാണുമ്പോൾ ഞങ്ങൾക്ക് വളരെ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. കാര്യം ദി എമൗണ്ട് ഓഫ് ടെക്നോളജി കമ്മിങ് ഇൻ ടു ഡെൻറ്റിസ്ട്രി. ഇനിയിപ്പോൾ AI ഇൻവോൾവ്മെൻറ്റോട് വരുമ്പോഴത്തേക്കിന് നമുക്ക് ഒത്തിരി പ്രഡിക്റ്റബിളായിട്ടും പേഷ്യൻറ്റിന് കൺവീനിയൻ്റ് ആയിട്ടും ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഇസ് വാട്ട് എനിക്ക് നിങ്ങളോട് ഷെയർ ഉണ്ടായിരുന്നത്. സോ ഡെൻറ്റിസ്ട്രി ഈസ് ഗോയിങ് ഇൻ ടു എ വെരി എക്സൈറ്റിംഗ് ഫേസ്. IDA ഇതിന് മുമ്പിൽ തന്നെ ഉണ്ട്, എഡ്യൂക്കേറ്റിംഗ് ഇറ്റ്സ് ഡോക്ടേഴ്സ്. ആൻഡ് ഞങ്ങളുടെ CDH എന്ന് പറയുന്ന വിങ് ഈസ് കോൺസ്റ്റൻ്റ്ലി പേഷ്യൻ്റ് അവെയർനെസ്സും ഞങ്ങൾ അതിനുവേണ്ടിയുള്ള ആക്ടിവിറ്റീസും ചെയ്തുകൊണ്ടിരിക്കുക. സോ വിഷ് യു ഓൾ എ വെരി ഹാപ്പി ഓറൽ ഹെൽത്ത് ഡേ വൺസ് അഗെയിൻ. താങ്ക് യു.